എല്ലാവർക്കും ഉപദേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഫോളോ യുവർ ഡ്രീംസ്, ഫോക്കസ് ഓൺ യുവർ ഗോൾ. മണ്ണാൻ കെട്ട മാങ്ങാ തൊലി. നിന്റെ ഈ ടെമ്പറമെന്റ് ആണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ there was a sense of calmness. അത് കണ്ടിട്ടാ എനിക്ക് ഇഷ്ടമായത്. ഇതൊരു മാതിരി എൻ്റെ അച്ഛൻ്റെ അതേ സ്വഭാവം. ഇനി നീ നിന്റെ അച്ഛനും കൂടെ ഒക്കെ തന്നെ. അതിന്റെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. പോവാം. നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടേ? വിടു വിശാൽ. ഞാൻ എന്തിലാ ഫോക്കസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയാ മതി. കൈ വിടു വിശാൽ. ഒന്ന് പറഞ്ഞതാ ഗായത്രി. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇടക്ക് മരിച്ചു കളയാൻ തോന്നും. എനിക്കറിയില്ല. ഞാനൊരു തമാശക്ക് പറഞ്ഞ നീ അത് വിട്. എന്റെ ലൈഫ് വെച്ചിട്ടാണോ നിന്റെ തമാശ? ഞാൻ എന്ത് ചെയ്തുന്നാ? നീ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇമ്മുടിച്ച പ്രേമം ഉണ്ടാവില്ലേനു. ഞാൻ എന്തെങ്കിലൊക്കെ പഠിച്ച് പാസ്സായി പോയന്. ഇനി അതും എന്റെ തലയ്ക്ക് വെക്കും. ആ, നീ എന്താ കാരണം? ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടിവേറ്റ് ചെയ്ത് അനാവശ്യ ഹോപ്പ് നിന്ന് അവസാനം എല്ലാം തൊളിച്ചു പോവാ. നിന്റെ തെറ്റല്ല, എന്റെ തെറ്റാ. I loved you and trusted you. ഒന്ന് ഇറങ്ങി പോവോ? I wish I never met you.
ഫോട്ടോ ശരി. പിന്നെ ഞാനെല്ലാം കൊണ്ട് കൊളാക്കി. ഞാനൊന്ന് മെയിൻ ചെയ്ത് പറഞ്ഞല്ലേ. വാട്ടർ കുടിച്ചു. നീ എന്തെങ്കിലും ഒന്ന് പറ. വാ, നീ എന്നോട് വാ, ഞാൻ നിന്നെ കൊണ്ടുവിടാം. നീ ഇറങ്ങിക്കോ. ഗായത്രി, ദേഷ്യം വരുമ്പോൾ നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഹേർട്ട്ഫുള്ളാണ്. പക്ഷെ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കറിയാം ഞാനിപ്പോൾ അങ്ങനെയാണെന്നുള്ളത്. നീയും കൂടെ പോയാൽ ഉള്ള പ്രശ്നങ്ങളും കൂടെ ഉള്ളൂ. ഒന്നും എൻ്റെ കൺട്രോളിൽ നിൽക്കില്ല പിന്നെ. എനിക്ക് എൻ്റെതായ ഒരു ലൈഫില്ല. നിന്നെ നന്നാക്കി നടന്നാൽ മതിയോ? ഞാനത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ടൈം താ. 6 മാസം കഴിഞ്ഞിട്ട് ഇന്നാ നമ്മളൊന്ന് സംസാരിച്ചത്. എന്നിട്ട് എന്താണ്ടേ നീ നിന്റെ പഴയ സ്വഭാവം കാണിച്ചു. കുറേ കാലം കഴിയുമ്പോൾ നീ മാറുമെന്നെന്താ ഉറപ്പ്? ഗായത്രി, നീ കൂടെ ഉണ്ടായാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. എൻ്റെ കുറേ ഇയേഴ്സ് സോർട്ടഡ് ആണ്. ഐ നീഡ് സം ടൈം ഓഫ് ഫ്രം ഓൾ. ഇനി നമ്മൾ ശരിയാവില്ല. നിനക്ക് പകരാൻ വേറെ ആർക്കും പറ്റില്ല. ഇതെനിക്ക് പറയാം. പ്ലീസ്, പെട്ടെന്നൊന്നും വേണ്ട. നിന്റെ കോഴ്സ് പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് മതി. ചിലപ്പോൾ ആ സമയം എനിക്കും വേണ്ട വരും. പക്ഷെ ഒന്ന് കണ്ടോട്ടെ. Why are you doing this, Vishal? Please, I need you. ഇന്ന് ഞാൻ നിൻ്റെ കൂടെ വന്നത് എന്തിനാണെന്നറിയാം? ഇന്നലെ രാത്രി നീ വിളിച്ചപ്പോൾ ഞാൻ വന്നതിനാണെന്നറിയാം. Because I feel safe and comfortable with you. തിരിച്ച് നിന്നെ കംഫർട്ടബിൾ ആക്കാനും ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കാനും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തതല്ലേ. ഇതിന് കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടായിരുന്നു? എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? നീ നിന്റെ സമയം എടുത്തോ. എംടെക് കഴിയാൻ 2 കൊല്ലം, നിനക്ക് സെറ്റിൽ ആവാൻ 1 കൊല്ലം, പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. അത് ഓക്കെയാണോ? അതിന് നീ കുറേ കാലം കഴിയണ്ടേ? അപ്പോഴേക്കും ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും? ഇതൊന്നും റിയലിസ്റ്റിക് അല്ല. നീ എനിക്ക് ഒരു പ്രോമിസും തരണ്ട. പക്ഷെ നമുക്കൊന്ന് കണ്ടൂടെ? ആ പോയിന്റ് നമ്മൾ എവിടെയാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നതാ പറഞ്ഞ പോലെ അതുവരെ എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. Let's just be strangers until then. ഓക്കെ. ഇന്ന് നവംബർ 25. അപ്പോൾ 2026 നവംബർ 25 ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യട്ടെ. ഇപ്പം നീ ആയോ പ്ലാനിങ് ഒക്കെ? എനിക്ക് അവിടെ ഒരു ഓടിയെത്താനുള്ളൊരു ഫ്യൂല് ഉണ്ട്. It will happen if it's meant to happen.
അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങും. ഞാനൊരു സെൽഫി എടുത്തു.